ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനിയെ കൊലപ്പെടുത്തിയെന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൈശാചികനായ മനുഷ്യനെ വധിച്ചെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇറാൻ ജനതയ്ക്ക് നീതി ലഭിച്ചെന്നും ട്രംപ് ഇറാന്റെ പ്രതിരോധ നേതൃത്വത്തെ ഇല്ലാതാക്കിയെന്നാണ് ഇസ്രയേൽ. സുരക്ഷാ ഉപദേഷ്ടാവ് അലി ഷംഖാനി, IRGC കമാൻഡർ മുഹമ്മദ് പക്പൂർ, പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദെ എന്നിവരെ കൊലപ്പെടുത്തി. ബഹ്റൈനിലും ദോഹയിലും ടെലവീവിലും ആക്രമണം. തുടർന്ന് ഇറാൻ ദുബായിലെ വിമാനത്താവളം ലക്ഷ്യമിട്ടും ആക്രമണം. യുദ്ധം ലോക സമാധാനത്തിന് ഭീഷണിയെന്ന് UN. സുരക്ഷാ കൗൺസിലിൽ ഇറാന് പിന്തുണയുമായി റഷ്യ. ഇറാനെതിരെയുള്ള ആക്രമണം അംഗീകരിക്കാനാകില്ല. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണം പശ്ചിമേഷ്യയെ കലുഷിതമാക്കിയെന്നും വിമർശനം. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അനുപമ ശ്രീദേവി ചേരുന്നുണ്ട്. അനുപമ, ഇറാന്റെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തിയെന്ന അവകാശവാദവുമായാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. എന്താണ് ട്രംപിന്റെ അവകാശവാദങ്ങൾ? സോന, സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ ലോകക്രമത്തെയും അതുപോലെ തന്നെ ഇറാന്റെ ചരിത്രത്തെയും മാറ്റി എഴുതുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനി കൊല്ലപ്പെട്ടു എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. പ്രസ്താവന ഇങ്ങനെയാണ്: ഈവിളായിട്ടുള്ള ദുഷ്ടനായിട്ടുള്ള ഖൊമൈനി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇറാനിയൻ ജനതയ്ക്ക് അവരുടെ രാജ്യത്തെ തിരിച്ചു പിടിക്കാനുള്ള ഒരു സമയമാണിത്, ഉത്തമമായിട്ടുള്ളൊരു സമയമാണിത് എന്നുള്ള നിലയ്ക്കാണ് ട്രൂത്ത് സോഷ്യൽ വഴി ട്രംപ് ഇങ്ങനെ ഒരു പ്രസ്താവന, മരണവിവരം സ്ഥിരീകരിച്ചുകൊണ്ട് ഒരു പ്രസ്താവന നടത്തിയത്. അതുപോലെ തന്നെ ഒന്നിലധികം വിദേശ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലും ട്രംപ് ഈ ഒരു ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിലൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഇതിന് മുൻപ് തന്നെ ആദ്യം ഇസ്രയേലി പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവും ഇതുപോലെ ഈ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു എന്ന രീതിയിൽ ഒരു സൂചന നൽകിയിരുന്നു. അതിനുശേഷം ഇറാനിയൻ മാധ്യമങ്ങളുടെ പ്രതികരണം എന്ന് പറയുന്നത് ഇതൊരു സൈക്കോളജിക്കൽ വാർഫെയർ ആണ്, അതായത് ഒരു തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ്, ഈ ഒരു പോരാടുന്ന ഇറാനിയൻ സൈനികരുടെ ഊർജ്ജം കെടുത്താനുള്ള വ്യാജ വാർത്തയാണെന്ന നിലയിലാണ് ഇറാനിയൻ ഉദ്യോഗസ്ഥർ ഈ ഒരു ഇറാനിയൻ വൃത്തങ്ങൾ ഈ ഒരു വാർത്തയോട് പ്രതികരിച്ചത്. എന്നാൽ ഈ ട്രംപ് ഈ ഒരു മരണം വധിച്ചു, ഖമനിയെ വധിച്ചു എന്നുള്ളൊരു പ്രസ്താവന നടത്തിയതിനു ശേഷം ഔദ്യോഗികമായിട്ടൊരു പ്രതികരണം ഇതുവരെ ഇറാനിയൻ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഖമനിയുടെ മകളും അതുപോലെ പേരക്കുട്ടിയും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വിവരം ഇറാനിയൻ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എന്താണ് ഒരു സ്ഥിരീകരണം അൾട്ടിമേറ്റ് ആയിട്ട് വരുന്നതിന് മുൻപ് എന്താണ് സംഭവിച്ചത്, ഖമനി കൊല്ലപ്പെട്ടോ ഇല്ലേ എന്നുള്ള രീതിയിൽ വലിയൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഈ ഇറാനിൻ്റെ അകത്ത് തന്നെ പല ഭാഗങ്ങളിലായിട്ട് ഈ ഖമനിയുടെ വധം സ്ഥിരീകരിച്ചുകൊണ്ടൊരു ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ എക്സൈൽഡ് പ്രിൻസ് എന്ന് പറയുന്ന റസ പഹൽവി ഈ ഒരു മരണവാർത്തയെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ഇറാനിയൻ മാധ്യമങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരിൽ നിന്നോ ഔദ്യോഗികമായിട്ടൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. അവസാനമായിട്ട് ഈ വധത്തിൻ്റെ കുറിച്ചുള്ള ഒരു സൂചനകൾ പുറത്തു വന്നപ്പോൾ ഈ ഇറാനിയൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരാക്ചി പ്രതികരിച്ചത് ഇറാനിയൻ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പെസഷ്കിയാനും അതുപോലെ തന്നെ പരമോന്നത നേതാവും സുരക്ഷിതനാണ്, പരിക്കുകൾ ഏതുമില്ലാതെ സുരക്ഷിതനെന്നായിരുന്നു. ഇന്നലെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ തന്നെ ഈ അലി ഖൊമൈനിയെ ഈ മേഖലയിൽ നിന്ന് മാറ്റി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നാണ് ആദ്യ പ്രതികരണം വന്നത്. തന്നെ വലിയ രീതിയിലുള്ള ടെഹ്റാനിലെ ഈ ഖൊമേനിയുടെ ഓഫീസ് കോമ്പൗണ്ടിൽ വലിയ പ്രഹരമാണ് ഈ ഒരു ആദ്യത്തെ ഘട്ടത്തിലെ ആക്രമണത്തിൽ തന്നെ ഉണ്ടായത്. ഏകദേശം പൂർണ്ണമായി തകരുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈ സമയത്ത് ഇവിടെ ഖൊമേനി ഉണ്ടായിരുന്നില്ല എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഔദ്യോഗിക വൃത്തങ്ങളും നൽകിയിരുന്ന വിവരം. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഈ സുരക്ഷിതനെന്ന് ഇറാനിയൻ വൃത്തങ്ങൾ പറയുന്നു, അതേസമയം ഇസ്രയേലും അമേരിക്കയും ഈ ഒരു വധം സംഭവിച്ചു അല്ലെങ്കിൽ ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ളൊരു സ്ഥിരീകരണം നൽകുന്ന രീതിയിലാണ് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്കിലും ഇങ്ങനെയൊരു വാർത്ത സ്ഥിരീകരിക്കാനായിട്ട് നമ്മൾ ഇറാനിയൻ മാധ്യമങ്ങളുടെ തന്നെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ തന്നെ ഔദ്യോഗികമായിട്ടുള്ളൊരു പ്രതികരണത്തിന് കാത്തു നിൽക്കുകയാണ്. ഈ ഒരു യുദ്ധം ഇന്നലെ ആരംഭിച്ച യുദ്ധത്തിന് ശേഷം ഇപ്പോൾ തിരിച്ചടിയുടെ ഭാഗമായി ടെല്ലവീവിൽ, ഇസ്രയേലിലെ ടെല്ലവീവിലടക്കം വലിയ രീതിയിലുള്ള പ്രഹരമാണ് ഏറ്റുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 21 പേർ ഇതുവരെ ടെല്ലവീവിൽ പരിക്കേറ്റിട്ടുണ്ട്. ഈ ആക്രമണങ്ങളിലായിട്ട് വലിയ ആക്രമണങ്ങളിലായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. ഒരാളുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു എന്ന രീതിയിലാണ് IDF അവസാനമായി സ്ഥിരീകരണം നൽകിയിരിക്കുന്നത്. ഇസ്രയേലിലെ ഏക മരണസംഖ്യ എന്ന് പറയുന്നത് ആ ഒരു സ്ത്രീയുടെ മരണമാണ്. അതേസമയം ഇറാനിലേക്കാണെങ്കിൽ 201 എന്നുള്ളൊരു സംഖ്യയിലേക്ക് മരണസംഖ്യ ഉയർന്നിട്ടുണ്ട്. അതിൽ 115 മനാബിലെ സ്കൂളിലുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടേതാണ്. അതടക്കം 200-ലധികം മരണങ്ങൾ ഉണ്ടായി എന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ അതുപോലെ റെഡ് ക്രസന്റ് അടക്കം സ്ഥിരീകരിക്കുന്ന മരണസംഖ്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ US അലൈസ് ആയിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കും വലിയ രീതിയിൽ ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നുണ്ട്. ഡ്രോൺ ആക്രമണവും അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണവും ഉണ്ടാകുന്നുണ്ട്. ഈ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് ദോഹ, ഖത്തർ, അതുപോലെ തന്നെ കുവൈറ്റ്, അബുദാബി, ദുബായ് എയർപോർട്ട് അടക്കം ദുബായ് എയർപോർട്ടിൽ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അബുദാബിയിലെ എയർപോർട്ടിലുണ്ടായ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ
വിവിധ തുറമുഖങ്ങളിലും ആക്രമണം ഉണ്ടായിട്ടുണ്ട്, തുറമുഖങ്ങളിൽ തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് നൽകി വരുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ തുടരണം എന്നതാണ്. ഈ പരമാവധി അനാവശ്യ യാത്രകൾ ഒഴിവാക്കിക്കൊണ്ട് സുരക്ഷിതമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ തുടരണം. അതുപോലെ തന്നെ ഈ എയർ ട്രാവൽ എല്ലാം ഒഴിവാക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ട് ഈ കുവൈറ്റ് ഇന്റർനാഷണൽ അടക്കം വിമാനത്താവളങ്ങൾ അടച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി സുരക്ഷിത കേന്ദ്രങ്ങളിൽ തങ്ങുക. ഈ സിവിലിയൻ മേഖലകളിലേക്കുള്ള ആക്രമണമല്ല ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ഈ US സൈനിക താവളങ്ങൾ, ഈ ഒരു മേഖലകളിലെ US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം നടത്തുന്നത്. അതുപോലെ തന്നെ ഇസ്രയേലിലാണെങ്കിൽ ടെലവീവിന് പുറമെ ജെറുസലേമിലും വലിയ രീതിയിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഡ്രോൺ ആക്രമണങ്ങളും മിസൈൽ ആക്രമണങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രത, തുടർച്ചയായിട്ടുള്ള സൈറൺ മുഴങ്ങുന്ന സാഹചര്യമാണ് ഇസ്രയേലുള്ളത്. നോർത്തേൺ ഇസ്രയേൽ, വടക്ക് ഇസ്രയേലിലായാലും മധ്യ ഇസ്രയേലിലായാലും ജെറുസലേമിലായാലും പ്രധാനമായിട്ട് ഈ ആക്രമണങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നത്. അതുപോലെ തന്നെ ഈ ഇറാനിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു ഖമേനിയുടെ മരണം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ തന്നെയും മകളുടെയും പേരക്കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു അനിശ്ചിതത്വമുണ്ട്. ഈ ഒരു മരണ വാർത്തയിൽ, ഈ ഒരു കൊലപാതക വാർത്തയിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്നാൽ ട്രംപ് പറയുന്നത് ഈ സംയുക്ത ആക്രമണത്തിന്റെ നേതൃത്വം നൽകിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഖമേനി കൊല്ലപ്പെട്ടു എന്നാണ്. ഈ ടെഹ്റാനിലെ ആദ്യഘട്ട ആക്രമണങ്ങളിൽ തന്നെ ഇങ്ങനൊരു കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്ന് പറയുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഒരു കൊലപാതകത്തെ, ഈ മരണവാർത്ത സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഈ ഇസ്രയേലിലേക്കുള്ള മാർക്കോ റൂബിയോ US സ്റ്റേറ്റ് സെക്രട്ടറിയുടെ യാത്ര മാറ്റിവെച്ചതായിട്ട് ഒരു സ്ഥിരീകരണം വന്നായിരുന്നു. അതുപോലെ തന്നെ ഈ പൊതു പരിപാടികളിൽ നിന്ന് ട്രംപ് മാറി നിൽക്കുന്നതായിട്ട് ഒരു റിപ്പോർട്ട് വന്നിരുന്നു. എന്നാൽ ഈ അദ്ദേഹത്തിന്റെ ക്ലബിലെ ഒരു ഫണ്ട് റൈസറുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകുന്നേരം ഒരു പൊതുപരിപാടിയിൽ ട്രംപ് പങ്കെടുക്കുമെന്നാണ് പറയുന്നത്. ഏതായാലും ഈ ഒരു മരണവാർത്ത സംബന്ധിച്ച സ്ഥിരീകരണത്തിനായി കാത്തിരിക്കുമ്പോഴും ഈ ഒരു മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖൊമൈനി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. 1989 മുതൽ ഏകദേശം 36 വർഷ കാലയളവിലായിട്ട് ഈ ഇറാന്റെ പരമോന്നത നേതാവായിട്ട് സേവനം അനുഷ്ഠിക്കുന്ന ഒരാളാണ് ആയത്തുള്ള അലി ഖൊമൈനി എന്ന് പറയുന്നത്. ഈ ഒരു കാലയളവിൽ ഈ ഇറാന്റെ പരമോന്നത നേതാവ് എന്ന് പറയുമ്പോൾ ഒരു ക്ലറിക്കൽ ലീഡർഷിപ്പാണ്, ഒരു പുരോഹിത നേതൃത്വമാണ്. അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ് ലീഡർഷിപ്പുണ്ട്, ആ രാഷ്ട്രത്തിന്റെ നേതൃത്വമുണ്ട്. അതുപോലെ തന്നെ IRGC ഉൾപ്പെടെയുള്ള സേനകളുടെ കമാൻഡറാണ് ആയത്തുള്ള അലി ഖൊമൈനി. അതുകൊണ്ട്